ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആശയം ലോക സൌഖ്യത്തിന് പ്രേരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങൾക്ക് ആശ്വാസം പകർന്ന് ഇറാനും ഇസ്രയേലിനുമിടയിൽ വെടിനിർത്തലിന് ധാരണ. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാൻ. ധാരണ അംഗീകരിച്ചതായി ഇസ്രായേൽ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രജിതയ്ക്ക് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് വൈകുന്നേരം പുല്ലാട്ടെ വീട്ടുവളപ്പിൽ. ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ബഹിരാകാശ ദൌത്യം നാളെ വിക്ഷേപിക്കുമെന്ന് നാസ. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് ഉച്ചതിരിഞ്ഞ് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മാഗാന്ധിയുടെയും സംഭാവനകൾ മാതൃകാപരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐക്യമാണ് മാനവികതയുടെ മൂല്യമെന്ന് ഗുരു വിശ്വസിച്ചിരുന്നതായും ന്യൂഡൽഹിയിൽ ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ആശയം ഓരോ ജീവന്റെയും അടിസ്ഥാന തത്വമാണെന്ന് ഗുരുദേവൻ വിശ്വസിച്ചിരുന്നു. ലോക സൌഖ്യത്തിന് ഇത് പ്രേരണയായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. എല്ലാവർക്കും ഒപ്പം ഏവർക്കും വികസനം എന്ന ആശയം ശ്രീനാരായണ ദർശനങ്ങളിൽ അധിഷ്ഠിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. नारायण गुरु का विश्वास समरसता और समानता में था, सत्य, सेवा और सौहार्द में था. यही प्रेरणा हमें सबका साथ सबका विकास का रास्ता दिखाती है. यही विश्वास हमें उस भारत के निर्माण के लिए ताकत देता है. श्री नारायण गुरु का मंत्र था, ओरु जाति, ओरु मतम, ओरु देवम मनुष्यनु. ये विचार भारत की जीवन संस्कृति का मूल है, उसका आधार है. ഏതൊരു പ്രവൃത്തിക്കും സാമൂഹിക ലക്ഷ്യമുണ്ടായിരിക്കണമെന്നും കേരളത്തിലെ സാക്ഷരതയുടെ അടിസ്ഥാനം ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുടെ ആശയങ്ങളാണെന്നും ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ശിവഗിരി മഠം സംഘടിപ്പിച്ച പരിപാടിയിൽ അടൂർ പ്രകാശ് എം പി, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധി ശിവഗിരി മഠം സന്ദർശിച്ച വേളയിലാണ് ചരിത്ര പ്രസിദ്ധമായ കൂടിക്കാഴ്ച നടന്നത്. ഇറാനും ഇസ്രായേലിനുമിടയിൽ വെടിനിർത്തലിന് ധാരണ. 12 ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇരുകൂട്ടരും അമേരിക്കയോട് താൽപര്യമറിയിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമം അറിയിച്ചു. ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തെ ലക്ഷ്യം വെച്ച് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രഖ്യാപനം. ധാരണ അംഗീകരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാൻ ഉയർത്തിയ ആണവ ഭീഷണി അവസാനിച്ച സാഹചര്യത്തിൽ വെടിനിർത്തൽ അംഗീകരിക്കുന്നതായി നെതന്യാഹു പ്രസ്താവനയിലൂടെ അറിയിച്ചു. 12 ദിവസത്തെ സംഘർഷങ്ങളിൽ ഇറാനിൽ 865 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. 3,300-ലധികം പേർക്കാണ് പരിക്കേറ്റത്. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ 24ഓളം പേർ കൊല്ലപ്പെടുകയും 600ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാദേശിക സമയം പുലർച്ചെ 4 മണിയോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായാണ് റിപ്പോർട്ടുകൾ. US നേതൃത്വത്തിലുള്ള നയതന്ത്ര ചർച്ചകളാണ് ഇതിലേക്ക് നയിച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിലെ മഷാദിൽ നിന്ന് 292 ഇന്ത്യൻ പൌരന്മാരെ പ്രത്യേക വിമാനത്തിൽ ന്യൂഡൽഹിയിലെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇതോടെ ഇറാനിൽ നിന്ന് മടങ്ങിയെത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 2295 ഇസ്രായേലിൽ നിന്നുള്ള 161 ഇന്ത്യക്കാരുടെ സംഘം ജോർദാനിലെ അമ്മാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് ഡൽഹിയിലെത്തും. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി 14 മലയാളികളും ഇന്ന് ഡൽഹി വിമാനത്താവളത്തിൽ മടങ്ങിയെത്തി. US സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട വ്യോമപാതകൾ തുറന്ന് ബഹ്റൈനും കുവൈത്തും UAEയും. വ്യോമപാതകൾ അടച്ചത് ഇന്ത്യയിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകളെ ബാധിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള വിവിധ വിമാന സർവീസുകളും ഇതുമൂലം തടസ്സപ്പെട്ടു. യാത്ര പുറപ്പെടും മുൻപ് അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്ന് എയർലൈൻ കമ്പനികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചൈനയിലെ കിങ്താവോയിൽ നാളെ ആരംഭിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കും. 2 ദിവസത്തെ യോഗത്തിൽ SCO അംഗരാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രിമാർ പങ്കെടുക്കും.
ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്തുന്നത് സംബന്ധിച്ചും ഭീകരവാദത്തെ തടയുന്നതിനുള്ള സഹകരണ സാധ്യത സംബന്ധിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ച നടന്നു. ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിന്റെ തൽസ്ഥിതിയും വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളും ഇരുപക്ഷവും അവലോകനം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയ്ക്ക് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. പൊതുദർശനം പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പുരോഗമിക്കുന്നു. വൈകുന്നേരം 4:30 വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ മരിച്ച പുല്ലാട് സ്വദേശിനി രഞ്ജിത ഗോപകുമാരൻ നായരുടെ പൊതുദർശനം പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പുരോഗമിക്കുകയാണ്. ദേവസ്വം മന്ത്രി VN വാസവൻ, മുൻ മിസോറാം ഗവർണറും BJP നേതാവുമായ കുമ്മനം രാജശേഖരൻ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ ഭരണ കേന്ദ്രത്തിനായി കളക്ടർ S പ്രേംകൃഷ്ണൻ അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയ്ക്ക് 2:30 വരെയാണ് പൊതുദർശനം. 4:30 സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കും. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണാർത്ഥം രാജ്യം നാളെ സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കും. അടിയന്തരാവസ്ഥ കാലത്ത് കടുത്ത പീഡനങ്ങൾ നേരിടേണ്ടി വന്നവർക്കുള്ള ആദരവായാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം മുതൽ ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. 1975 അധികാരത്തിലുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി സർക്കാരാണ് രാജ്യത്ത് 18 മാസത്തെ അടിയന്തരാവസ്ഥ നടപ്പാക്കിയത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മഹത്തായ മൂല്യങ്ങൾ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നതിനാണ് ദിനാചരണം. ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല ഉൾപ്പെടെ 4 യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്ന ആക്സിയം 4 ദൌത്യം നാളെ വിക്ഷേപിക്കുമെന്ന് നാസ. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് നാളെ ഉച്ചയ്ക്ക് 12:01 വിക്ഷേപണം. സാങ്കേതിക കാരണങ്ങളാൽ ദൌത്യം 5ഓളം തവണ മാറ്റിവച്ചിരുന്നു. നാസ, ആക്സിയം സ്പേസ് എക്സ് എന്നിവയുടെ സംയുക്ത ബഹിരാകാശ ദൌത്യമാണ് ആക്സിയം 4. ഭീകരവാദത്തെ നേരിടുന്നതിന് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 1981 കോടി രൂപയുടെ 13 കരാറുകൾ പ്രതിരോധ മന്ത്രാലയം അംഗീകരിച്ചു. ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ സംവിധാനങ്ങൾ, ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ, ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ ലോഞ്ചറുകളും മിസൈലുകളും, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. പാസ്പോർട്ട് വിതരണ സംവിധാനം ഉൾപ്പെടെയുള്ള പൊതുസേവന വിതരണത്തിൽ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. നൂതനവും ഉയർന്ന നിലവാരമുള്ളതുമായ പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾച്ചേർത്ത് പാസ്പോർട്ട് സേവാ പ്രോഗ്രാമിന്റെ 2ാം പതിപ്പിന് തുടക്കമിട്ടതായും അദ്ദേഹം പറഞ്ഞു. 13ാം പാസ്പോർട്ട് സേവാ ദിവസവുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശത്തിലാണ് ശ്രീ ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29 രാവിലെ 11 നടക്കും. പരിപാടിയുടെ 123ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് മലയാള പരിഭാഷയും കേൾക്കാം. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും ഈ മാസം 27 വരെ അറിയിക്കാവുന്നതാണ്. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഉച്ചതിരിഞ്ഞ് 3:30 പുനരാരംഭിക്കും. ഇന്ത്യക്കെതിരെ 371 റൺസാണ് ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം. ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ഇന്നലെ 364 റൺസിന് അവസാനിച്ചിരുന്നു. 4ാം ദിവസം കളി നിർത്തുമ്പോൾ ഇംഗ്ലണ്ട് 2ാം ഇന്നിംഗ്സിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 21 റൺസ് നേടിയിട്ടുണ്ട്. 1ാം ഇന്നിംഗ്സിൽ 6 റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത്. US വ്യോമതാവളത്തിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ആഗോള എണ്ണവില 5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തി. 6% ഇടിവാണ് എണ്ണവിലയിൽ ഉണ്ടായത്. വിദേശ വിദ്യാർത്ഥികൾക്ക് ഹാർവാർഡ് സർവകലാശാലയിൽ പ്രവേശനം വിലക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമം വീണ്ടും തടഞ്ഞ ഫെഡറൽ കോടതി. വിദ്യാർത്ഥികൾക്ക് ഹാർവാർഡ് സർവകലാശാലയിൽ പ്രവേശനം നേടാമെന്ന് ബോസ്റ്റൺ ജഡ്ജി 2ാമതും താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആശയം ലോക സൌഖ്യത്തിന് പ്രേരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങൾക്ക് ആശ്വാസം പകർന്ന് ഇറാനും ഇസ്രായേലിനുമിടയിൽ വെടിനിർത്തലിന് ധാരണ. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാൻ. ധാരണ അംഗീകരിച്ചതായി ഇസ്രായേൽ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയ്ക്ക് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് വൈകുന്നേരം പുല്ലാട്ടെ വീട്ടുവളപ്പിൽ.
ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ബഹിരാകാശ ദൌത്യം നാളെ വിക്ഷേപിക്കുമെന്ന് നാസ. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് ഉച്ചതിരിഞ്ഞ് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.